ആദ്യത്തെ റൗണ്ട് 14 ബൂത്തുകൾ എണ്ണി കഴിയുമ്പോൾ 347 വോട്ടിന് പാലായിൽ 347 വോട്ടിന് മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്ന പ്രദേശമാണ് ആദ്യ ബൂത്തുകൾ. ഇപ്പോൾ രാമപുരത്ത് 1 മുതൽ 31 വരെയുള്ള ബൂത്തുകൾ രാമപുരം പഞ്ചായത്തിലാണ്. അവിടെ ഒരു 750 വോട്ടിന്റെ ലീഡാണ് UDF സാധാരണ പ്രതീക്ഷിക്കുന്നത്. ഒരു 1000 വരെ 500-1000. അവിടെ ആദ്യ റൗണ്ടിൽ UDF ലീഡ് ചെയ്യുന്നു. പക്ഷേ ആ ലീഡ് മെച്ചപ്പെട്ട ലീഡാണ്. ഇത്രയും പരിപൂർണമായി എണ്ണുന്നതിന് മുമ്പ് തന്നെ ഒരു 350 വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ ഒരു 3 റൗണ്ട് പത്തനാപുരത്തെ ഫസ്റ്റ് റൗണ്ടിൽ ജ്യോതികുമാർ ചാമക്കാല, പത്തനാപുരത്തെ 1ാം റൗണ്ടിൽ ജ്യോതികുമാർ ചാമക്കാല ഒരു മന്ത്രി കൂടി പരാജയം മണക്കുന്നു. പത്തനാപുരത്ത് ഒരു വലിയ അട്ടിമറിയുടെ സൂചന. 1ാം റൗണ്ടിൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് ലീഡ് ചെയ്യുന്നു. പത്തനാപുരത്തെ കാര്യം ഇപ്പം അതാണ് ഇനി അറിയേണ്ടത്. അവിടെ KP ഗണേഷ് കുമാറിനെ മലർത്തി അടിക്കുമോ ജ്യോതികുമാർ? 69, 69, 66, 5 ആ രീതിയിലേക്ക് മാറുകയാണ് ടോട്ടൽ ടൈം. ആദ്യമായി വോട്ട് സ്പ്ലിറ്റ് വരികയാണ്. ഒരു റൗണ്ട് പൂർത്തിയായി വോട്ടെണ്ണി നമ്മൾ 1 മണിക്കൂറിലേക്ക് എത്തുകയാണ് പ്രേക്ഷകരെ. 8:57 ആയല്ലോ. സമയം പോയി നമ്മൾ അറിയുന്നില്ല. ആദ്യമായി വോട്ട് സ്പ്ലിറ്റ് വരികയാണ്. അത് വരുന്നത് പാലാ മണ്ഡലത്തിൽ നിന്നാണ് ആ വോട്ട് സ്പ്ലിറ്റ് വരുന്നത്. ആദ്യ റൗണ്ടിൽ UDF സ്ഥാനാർത്ഥിക്ക് 2956 വോട്ട്, LDF സ്ഥാനാർത്ഥിക്ക് 2609 വോട്ട്, NDA സ്ഥാനാർത്ഥിക്ക് 1836 വോട്ട്. NDA വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമായി കണക്കുകൂട്ടിയ സ്ഥലമായിരുന്നു പാല. പക്ഷേ അങ്ങനെയല്ല. UDF, LDF, NDA എന്നില്ല ആദ്യ റൗണ്ട് ഫലം ആദ്യമായി വരുന്നത് പാലയിൽ. 1ാം റൗണ്ടിൽ പത്തനാപുരത്ത് 934 വോട്ടുകൾക്ക് KP ഗണേഷ് കുമാറിനേക്കാൾ ജ്യോതികുമാർ ചാമക്കാല മുമ്പിൽ. പേരാവൂരിൽ KK ശൈലജയേക്കാൾ 89 വോട്ടിന് സണ്ണി ജോസഫ് ലീഡ് ചെയ്യുകയാണ്. പേരാവൂരിൽ ആദ്യത്തെ 2 ബൂത്തുകൾ അത് LDF ബൂത്തുകളാണ്. അവിടെ സണ്ണി ജോസഫ് ലീഡ് എടുക്കുകയാണ്.